65 വയസ്സുള്ള ഒരു ഭർത്താവും ഭാര്യയും വർത്തമാനം പറയാൻ വേണ്ടി വന്നു. ഇയാൾ നല്ലവനാ, പക്ഷെ ഒരു പ്രശ്നം, പ്രോത്സാഹനത്തിൻ്റെ ഭാഗം ഒരിക്കലും ഭാര്യയോട് പറയത്തില്ല. ഞാൻ പറയും, ദേ ഭാര്യ നല്ല കറി വെച്ച് തന്നാൽ നല്ലതാന്ന് പറയണം, തുണി അലക്കി തന്നാൽ നല്ലതാന്ന് പറയണം, പിറയ്ക്കും അഴിച്ചു വാരിയിട്ടാൽ നല്ലതാന്ന് പറയണം. എനിക്ക് മാത്രമല്ലല്ലോ, അവക്കും പിള്ളേർക്കും വേണ്ടി കൂടിയല്ലേ. ഞാൻ പറയും ശരിയാ, പക്ഷെ നല്ല വാക്ക് പറയണം. ഒരു കറി ഒലത്തിയാൽ രാഷ്ട്രപതിയുടെ അവാർഡ് ഒലത്തിയ കറിക്ക് കിട്ടിയാല. കെട്ടിയവൻ്റെ നല്ല വാക്കാണ് ഭാര്യയ്ക്കുള്ള അവാർഡ് പറയണം. എല്ലാം പറഞ്ഞു. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയി. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇയാൾ ഭക്ഷണം കാത്തിരിക്കുക. സാധാരണ രാത്രിയിലെ ഐറ്റം ചൂട് കഞ്ഞി, ചെറുപേര തോരൻ, തേങ്ങാച്ചോട ചമ്മന്തി, കടുക് മാങ്ങ, ഇതാണ് ഐറ്റം. ഇതും കാത്തിരിക്കുക. 8 കഴിഞ്ഞപ്പം ഭാര്യ കുഴച്ച് വേവിച്ച ചക്കപ്പുഴുക്കും വറുത്തരച്ച കോഴിക്കറിയായിട്ട് വരുന്നു. കഞ്ഞിയും ചമ്മന്തിയും കാഷ്ടപ്പെട, ചക്കപ്പുഴുക്കും കോഴിക്കറിയും. സന്തോഷമായി. മുഴുവൻ കഴിച്ചു. പ്ലേറ്റ് പഠിച്ചു നോക്കി, വിരലും നീട്ടി നോക്കി, എമ്പക്കവും വിട്ടു. അപ്പോഴാ ഓർത്തത്, അച്ഛൻ പറഞ്ഞത് നല്ല വാക്ക് പറയണ്ടേ. അയാൾ പറഞ്ഞു, എൻ്റെ ജെസ്സി കഴിഞ്ഞ 30 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഭക്ഷണം, എന്നാ നല്ല രുചിയാടിയത്. അവൾ ഒറ്റ കരച്ചിൽ. എന്നാത്തിനാണ്ടി കരയുന്നത്? ജോസഫച്ചൻ പറഞ്ഞില്ലേ നല്ലത് പറയണമെന്ന്. പറഞ്ഞത് ശരിയാ. 30 വർഷം വെച്ചുകൊണ്ട് തന്നിട്ടും തനിക്ക് നല്ലതൊന്നും പറയാനില്ല. അയൽവക്കത്തെ ജാൻസിയുടെ പുഴുക്കും കറിയും വന്നപ്പോഴല്ലേ തൻ്റെ നാക്കിന് നല്ല രുചി തോന്നിയത്. അപ്പോൾ നോക്കിയും കണ്ടും വേണ്ടത് പറയാനായിട്ടും നല്ല വാക്ക് പറയാനും.